ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഈദ് മേക്കപ്പ് ലുക്കാണ്. വലിയ ഇതും പോയിട്ടൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടാണ് എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു കുർത്തി സെറ്റാണ്. മീഷോന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് വേണ്ടവർക്ക് ഞാൻ മീഷോ സ്റ്റോറിൽ കൊടുത്തേക്കാം. അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ഇടാം. ഫസ്റ്റ് നമുക്ക് ഫേസ് ഒന്ന് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ എടുക്കുന്നത് പ്ലമ്മിൻ്റെ ടോണറാണ്. അങ്ങനെ ഞാൻ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അടുത്തത് മോയ്സ്ചറൈസർ എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നു. അപ്പോൾ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ ഇവിടെ പുറത്തൊന്നും പോകുന്നില്ല. നമ്മൾ റിംഗ് ലൈറ്റിൽ ഷോട്ട് എടുക്കുമ്പം ലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ, മോയ്സ്ചറൈസർ ഇടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുള്ളൂ, ഒത്തിരി ഇടുന്നില്ല. ഓൾറെഡി ഞാനൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. എനിക്ക് മേക്കപ്പ് ഒന്നും അത്ര വലിയതായിട്ട് അറിയത്തില്ല, പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും വീഡിയോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം, അപ്പം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈദ് മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈമർ എടുക്കുന്നുണ്ട്. ഇതൊരു ലോക്കൽ പ്രൈമറാണ്, വേറെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ കാണുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇതാ എടുക്കുന്നത്. ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്ന, വേറെ ഒന്നായിരുന്നു പക്ഷെ അതിവിടെ കാണുന്നില്ല. ജസ്റ്റ് ഓപ്പൺ പോഴ്സ് ഉള്ളിടത്ത് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ ഗെറ്റ് റെഡി ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ മേക്കപ്പ് ലുക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. എൻ്റെ പ്രൈമർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന പ്രൈമർ, ഇൻസൈറ്റിൻ്റെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം, ഹെവി ആവും മേക്കപ്പ്. നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. ഇവിടെ എടുത്തേക്കുന്ന കൺസീലർ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കാണാൻ വരുന്നു, നമ്മുടെ ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ്. നമുക്ക് ജസ്റ്റ് കൺസീൽ ചെയ്യേണ്ട കുറച്ച് സ്ഥലത്ത് കൺസീൽ ചെയ്യാം. ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ നല്ലൊരു കണ്ണാടി ഉണ്ടായത് പൊട്ടിപ്പോയി. അതിന് ശേഷം ഞാൻ ഈ ഇപ്പം കൈ കിട്ടിയൊരു കണ്ണാടി ചെയ്ത് മൂക്കുത്തി ഐബ്രോസ് ഫില്ല് ചെയ്യാം. അങ്ങനെ ഐബ്രോസിന് പരിപാടി കഴിഞ്ഞ്, രണ്ട് ഐബ്രോസിന് തിക്നെസ് കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെ. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഐബ്രോ പാലറ്റ്. ഞാൻ ഐബ്രോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഐബ്രോ പെൻസിലും ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്കെപ്പോഴും കുറച്ചും കൂടെ ഫിനിഷ് തരുന്നത് ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് മാഴ്സിൻ്റെ ഐബ്രോ പാലറ്റാണ്. കുറേ നാളായി അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളാണ് ഇതിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ പ്രത്യേകിച്ച് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിനനുസരിച്ച് ലിങ്ക് ഞാൻ അയച്ചു തരാം. നെക്സ്റ്റ് നമുക്ക് കോണ്ടോർ ചെയ്യാം. എൻ്റെ ഈ ഉണ്ടമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. അതിനായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ, എനിക്ക് അറിയാവുന്ന കാണിച്ചു തരാം. ഒരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വർക്കാവുമോ. സൈഡിൽ ഒരു കൺസീലർ അപ്ലൈ ചെയ്യാം. എന്നിട്ട് സെൻട്രലായിട്ട് നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വർക്കൗട്ട് ആവുമെന്ന് തമ്പുരാനറിയാം. സെറ്റായോ? എനിക്ക് വലിയ പരിപാടികളൊന്നും അറിയില്ല. നമുക്ക് ഇവിടെ എൻ്റെ ഇരിക്കുന്ന മുഖമല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഒട്ടിച്ച് നോക്കാം. ഞാൻ ഈ ഒത്തിരി ഹാക്കുകൾ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ട്രൈ ചെയ്ത കുറച്ച് ഹാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് നോക്കുന്നത്. ഞാൻ വേറെ കുറേ ഹാക്കുകൾ ട്രൈ ചെയ്തതിൻ്റെ ചാനലുണ്ട്. ഞാനത്
പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടാൽ മതി. ഇത്തിരി കൊറിയൻ ഹാക്കൊക്കെ ട്രൈ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ജോലൈനോട് സെറ്റാക്കാം. എനിക്ക് ജോലൈനൊന്നും ഇല്ല, ദൈവം സഹിച്ചെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുമ്പം ഒന്ന് നോക്കണേ, പുറത്തിറങ്ങുമ്പോൾ തന്നെ വരച്ചു വെച്ച പോലെ ഇരിക്കും. എന്തൊക്കെയോ ശരിയായിട്ടില്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐ മേക്കപ്പ് നോക്കാം. എനിക്ക് ഈ ഒരു ലുക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണം എന്ന് തോന്നിയൊരു കാര്യം കണ്ണാണ്. തട്ട വിട്ട് കഴിയുമ്പോൾ കണ്ണ് നമുക്ക് സെറ്റായിട്ടിരിക്കണം. അപ്പം കണ്ണ് നമുക്ക് നോക്കാം. ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഇൻസൈറ്റിൻ്റെ 2-in-1 വരുന്ന ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്ററും ഉണ്ട്, അപ്പുറത്ത് കോണ്ടോർ സ്റ്റിക്കും ഉണ്ട്. എനിക്ക് വലിയ കാര്യത്തിൽ ഒന്നും കണ്ണെന്ന് എഴുതാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഐ ഷാഡോ പാലറ്റ് മേടിച്ചാലോ. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിലൊക്കെ വലിയ വിലയൊന്നും ഇല്ല. കൂടിപ്പോയോ? കൂടിപ്പോയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കണ്ണാടി പിടിക്കാൻ എനിക്കൊരു സുഖം തോന്നില്ലേ? നമുക്ക് പതുക്കെ കണ്ണാടി കൊടുക്കാം. സോ അത് അലമ്പാക്കാതിരിക്കാൻ നോക്കാം. ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് കണ്ണെഴുതൽ. സോ പതുക്കെ എഴുതിയാൽ മതി. ഞാൻ ഫ്രെയിം ഔട്ടായി പോകുന്നതുകൊണ്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു മസ്കാര അങ്ങോട്ട് ഇടുക. മസ്കാര മായ്സിൻ്റെ ആണ്. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒട്ടിപ്പിടിക്കും. എനിക്ക് ഇത് കണ്ണിലിടുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്ത് ചൂടിറങ്ങുന്ന പോലെ തോന്നും. അതെനിക്ക് തോന്നുന്നതാണോ അത് ഇനി എല്ലാവർക്കും ഉണ്ടോ? ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര തിക്കാ. ആ എൻഡിലിരിക്കുന്നുണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് അങ്ങ് ഇടാം. എനിക്ക് അത്യാവശ്യം ഐലാഷ് ഉള്ള അതാണ് ഞാൻ. അത് കുറച്ച് എൻഹാൻസ് ചെയ്ത് നിൽക്കും ഇതിടുമ്പോൾ. അങ്ങനെ കണ്ണെഴുതി കഴിയുമ്പോൾ ഗായ്സ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു ഷേപ്പും ഇല്ലാത്ത ഒരു ചുണ്ടാണ് എൻ്റെ. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് യൂസ് ചെയ്യാം? ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യാം. എൻ്റെ നല്ല പിഗ്മെൻ്റൽ ലിപ്സാണ്. ഫിഗർട്ട് വെച്ചിട്ടൊന്നുമല്ല. അയ്യോ, എനിക്കങ്ങനത്തെ ശീലമൊന്നുമില്ല കേട്ടോ. അറിഞ്ഞൂടാ, എങ്ങനെയോ കിട്ടി. ഇത് നമ്മുടെ ഇബ കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ്. A40 ബെറി ബ്ലാസ്റ്റ്. എൻ്റെ പൊന്ന് കേസ്, അടിപൊളിയില്ലേ? നല്ല രസമില്ലേ? അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് NYBയുടെ ഒരു ബ്ലഷാണ്. പഴയതാ, അത്യാവശ്യം നല്ല ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ അത് അതിൻ്റെ ബോട്ട്സ് കാണുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് വന്ന് മാന്തി പൊളിക്കാൻ നോക്കിയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്പം മേക്കപ്പ് ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പം ഇനി ഡ്രസ്സ് ഇടണം. ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. കളർ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. കമ്മൽ മാത്രം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുടി നമുക്ക് അഴിച്ചിടാം. ഓക്കെ, മുടി ഇങ്ങനെ കിടക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ നമ്മളല്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോഴാണല്ലോ മുടിയിൽ അടിപൊളിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചൊരു കമ്മലാണ്. ഇത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ലതാണോ ഗൈസ്? മുടി എൻ്റെ ഇങ്ങനെ കേളായി കിടക്കാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ലുക്ക് കംപ്ലീറ്റ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഷോള് വേണം. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലും അടുത്ത വീഡിയോ കണ്ടത്. ടാറ്റാ.